ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മൾ നാട്ടിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളൊരു 1.5 മാസമായി നാട്ടിൽ പോയിട്ട്. അപ്പോൾ നാളെ നമ്മൾ നാട്ടിൽ പോവും. അപ്പം നേരത്തെ പോയി ട്രെയിനിൻ്റെ ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതാണ്ട് നമ്മളിത് അവിടെ എത്തി കേട്ടോ. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് നമുക്ക് 1.5 മാസമായില്ലേ നമ്മൾ പോയിട്ട്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പോകുന്നതിന് ഭയങ്കര സന്തോഷം. എന്നെക്കാട്ടി കൂടുതലാണ്ട് ഇവിടാണേ. അച്ചാച്ച വീട്ടിൽ പോവുക ടാറ്റ എന്നൊക്കെ പറയാം. സംഭവം കുട്ടി വിചാരിച്ചേക്കുന്നത് ഇന്ന് പോവുകയാണെന്നാണ്. അവൾ വന്ന് നോക്കിയപ്പം ട്രെയിൻ പാളം പോകുന്ന അതേപോലെ ബാഗെല്ലാം തൂക്കിയിട്ടുണ്ട്. കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇന്നല്ല പോകുന്നേ നാളെയാന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ കയറി ഇരിക്കട്ടെ. ഞാൻ ആളൊഴിഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണുന്ന ഇത് ആദ്യമായിട്ടോ. അങ്ങനെ തന്നെ പിന്നെ ഞങ്ങൾ അതൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ പോകുന്നത് ക്യാൻറ്റീനിൽ പോകണം. അതിന് മുന്നേ ഇവിടെ കണ്ടപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങാതെ പോയി കഴിഞ്ഞാൽ ബഹളമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി അഭിഷേകമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ച് അങ്ങനെ ഓർഡറൊക്കെ കൊടുത്തിട്ട് കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നാളെ എൻ്റെ കൂടെ ഇരിക്കുന്നത് കാരണം ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തേ. അതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പൊടി കിട്ടിയിട്ടില്ല. ആ സാധനം ഞാൻ നോക്കി വെച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫുള്ളും ഫിനിഷ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ക്യാൻറ്റീനിലേക്കാണ്. അപ്പോൾ ക്യാൻറ്റീൻ നാളെ നമ്മൾ ട്രെയിനിൽ പോകുമ്പം ഇവിടെ ഇരുത്തണമെങ്കിൽ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കണമെന്ന് കരുതി ഇവിടെ ക്യാൻറ്റീനിലേക്ക് വന്നേ കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി അരിപ്പത്തിരി നമ്മളിവിടെ ബുക്ക് ചെയ്യണം. 60 രൂപ. പക്ഷെ നല്ല ടേസ്റ്റ് നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ കിട്ടും. ഞങ്ങൾ അതിന് പോകണ്ട. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് കാടാണെന്ന്. നല്ല രസമാണ് എൻ്റെ നടുക്കൂടി ഇങ്ങനെ പോകാൻ. അതുകൊണ്ട് ആ കാണുന്നത് കേട്ടോ ക്വാർട്ടേഴ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് ഇവിടെ എവിടെയോ കിട്ടിയത് ലീക്കേജൊക്കെ ആയതുകൊണ്ട് ഞങ്ങളത് എടുക്കാതിരുന്നതാണ്. അടുത്തത് കൊടുത്തിട്ടുണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. അങ്ങനെ മറ്റേടത്ത് വന്ന് നമ്മൾ അതൊക്കെ പാഴ്സലൊക്കെ വാങ്ങിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. ഇനി അടുത്ത വീഡിയോ കാണാം.